ഇതിൻ്റെ വലിപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ലോകകപ്പിൻ്റെ ഇനാഗ്രേഷൻ എങ്ങനെയായിരിക്കും, ഒരു ഉദ്ഘാടന മത്സരം എങ്ങനെയായിരിക്കും, അതുപോലെ ഒരു വലിയ മാമാങ്കമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കാൻ പോവുക. വലിയ രീതിയിലുള്ള മ്യൂസിഷ്യന്മാർ, ഡ്രോൺ ഷോ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള 3D മാപ്പിംഗ് ഷോ, അതുപോലെ തന്നെ ഒരു 4-5-6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്. ഇതുപോലെ ഒരു ലോകകപ്പ് ഇന്ത്യ കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞത്, ഒരു ലോകകപ്പ് വേറെ രാജ്യങ്ങൾ, നമ്മൾ ഖത്തറിൽ ലോകകപ്പ് കണ്ടതല്ലേ, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ലോകകപ്പ് കണ്ടതല്ലേ. ഞാൻ പറയുന്നത് എപ്പോഴും 13-14 ദിവസത്തേക്ക് വേണ്ടി ഒരു ലോകകപ്പിന് വേണ്ടി 65,000-70,000 കോടി രൂപയാണ് ഒരു രാജ്യം ചിലവാക്കുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ അടുത്ത 2031 കളിക്ക് വേണ്ടിയിട്ട് 1,50,000 1,60,000 കോടിയൊക്കെയാണ് സൗദി മുടക്കുന്നത്. എത്ര ദിവസത്തേക്ക് വേണ്ടിയാണ്? ഒരു ലോകകപ്പ് വേണ്ടി. ഇതേ ടീമാണ് വന്ന് കളിക്കുന്നത്, ഇതേ അർജന്റീന ടീമാണ് വന്ന് കളിക്കുന്നത്, ഇതുപോലെയുള്ള ടീമുകൾ തന്നെയാണ് വന്ന് കളിക്കുന്നത്. അപ്പോൾ അത്രയധികം ഒരു രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ ഒരു ചെറിയ കമ്പനിക്ക്, ഞാൻ വലിയ കമ്പനി എന്ന് പറയുന്നത്, ചെറിയ കമ്പനിക്ക്, ഒരു ചെറിയ സംസ്ഥാനത്തിന്, ഏറ്റവും ചെറിയ സംസ്ഥാനത്ത്, ലോകഭൂപടത്തിൽ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ഒരു കുഞ്ഞ് സംസ്ഥാനത്തിന് ഒരു ലോകകപ്പിൻ്റെ മാതൃക ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലായിരിക്കും അത് ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുപോലെ ഒരു മത്സരം നമ്മൾ കേരളത്തിൽ നടത്തും, ഗ്രീൻഫീൽഡ് KDC നടത്തും. അത് ഗംഭീര ടീമിനെ വെച്ച് നടത്തും.